ഇനി ഇതിൻ്റെ അൽഗോരിതം നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ടോപ്പ് ഈ 0 ആണെന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തു. പുഷിന് ആദ്യം നമ്മൾ ലെഫ്റ്റ് പാരന്തസിസ് പുഷ് ചെയ്തു. ഇനി വൈൽ ടോപ്പ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡു ഐറ്റം ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് റീഡ് സിമ്പിൾ. ഇ ഡോട്ട് റീഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ്റെ സിമ്പിൾ റീഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഇനി എക്സ് ഈക്വൽ ടു പോപ്പ് എന്ന ഫംഗ്ഷൻ വിളിച്ചു. ഇനി ഓപ്പറൻറ്റിന് നമ്മൾ എന്ത് ചെയ്തു, ഐറ്റം കേസ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഇതിൽ കൊണ്ട് ആ ഐറ്റം എന്ന് പറഞ്ഞ വേരിയബിളിൽ കൊണ്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എക്സ് പുഷ് ചെയ്തു. എന്നിട്ട് നമുക്കിനി ഔട്ട്പുട്ട് ചെയ്യണം. എന്തിനെ, ഐറ്റത്തിന്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഐറ്റത്തിനെയാണ് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ട് ഐറ്റം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കോൾ ചെയ്തിട്ട് ഐറ്റമാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. ഇനി കേസ് ഐറ്റം എന്ന് പറയുന്നത് ഈക്വൽ ടു എൻഡ് ഓഫ് ദ ബ്രാക്കറ്റ്, ആ ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ, വൈൽ എക്സ് നോട്ട് ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ ഡു ഔട്ട്പുട്ട് എക്സ് ഈക്വൽ ടു പോപ്പ് എൻ വൈൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് ഔട്ട്പുട്ട് ചെയ്യണം. എന്നിട്ട് എക്സിനെ പോപ്പ് ചെയ്യുക, വയലിന് എൻ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ISP ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കേസാണ്. ISP എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ICP ഐറ്റം ആണെങ്കിൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വൈൽ ലൂപ്പ് കൊടുക്കുക. ISP എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ICP ഐറ്റം ആണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സിൻ്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുക. എന്നിട്ട് പോപ്പ് ഫംഗ്ഷൻ എക്സിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുക, എക്സിനെ പുഷ് ചെയ്യുക. എന്നിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂവിനെയും പുഷ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ISP എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ICP ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിനെ പുഷ് ചെയ്യണം. അതായത് നമുക്ക് വേണ്ട ഐറ്റത്തിനെ പുഷ് ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങനെയും അല്ല, അതർവൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവാലിഡ് എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത്. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഓഫ് എ പോസ്റ്റ് ഫിക്സ്. നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 3, 10, 5 പ്ലസ് സ്റ്റാർ എന്നാണ് വെച്ചാൽ അത് നമ്മളെങ്ങനെ സ്റ്റാക്കിലോട്ട് ഇതാക്കും. അപ്പം നമ്മൾ ആദ്യം നമ്മൾ 3നെ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും. പിന്നെ 3നെയും 10നെയും നമ്മൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ പോയിൻ്റർ 10ലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ 5 പിന്നെയും ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ, സ്റ്റാക്ക് പോയിൻ്റർ എവിടെ ഉണ്ടാവുക, 5ൽ. ഇനി അടുത്ത് വരുന്ന ഓപ്പറേഷൻ എന്താ, പ്ലസ് ആണ്. പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത 2 എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്യും. അപ്പോൾ 3, 15 എന്ന് പറഞ്ഞിട്ട് സ്റ്റാക്കിൽ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റാറാണ് വരുന്നത്. സ്റ്റാർ വരുന്നത് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റാക്കിൽ ആരൊക്കെ ഉണ്ടോ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ എന്തുണ്ടാവും, ആ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ. ഇപ്പോൾ ഇവിടെ 15 × 3 ചെയ്യുമ്പോൾ 45 ആയിരിക്കും ലാസ്റ്റ് സ്റ്റാക്കിൽ ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനും ഒരു അൽഗോരിതം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. ഇൻഫിക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചു, സ്റ്റാർട്ട് ചെയ്തു, അതിനൊരു ഡീലിമിറ്റർ അപ്പൻ ചെയ്തു എൻഡ് ഓഫ് ദ എക്സ്പ്രഷനിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ റീഡ് ചെയ്യണം. അതിനുവേണ്ടി ഐറ്റം ഈക്വൽ ടു ഇ ഡോട്ട് റീഡ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഐറ്റത്തിനെ റീഡ് ചെയ്തു. ഇനി അതിന് ശേഷം ഐറ്റം എന്ന് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ഡീലിമിറ്റർ ആയിട്ട് ഹാഷ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൂപ്പിലേക്ക് ഇതാകേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് എക്സിറ്റ് കൊടുത്തപ്പോൾ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് വൈ ഐറ്റം നോട്ട് ഈക്വൽ ടു എൻഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി വൈ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഡീലിമിറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യാം. ഇനി ഐറ്റം എന്ന് പറയുന്നത് ഓപ്പറൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐറ്റം പുഷ് ചെയ്യണം. അല്ലെങ്കിൽ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ഐറ്റത്തിൽ കൊണ്ടുവരുന്നത്, ഐറ്റം എന്ന് പറയുന്നത് ഓപ്പറൻ്റായി അസൈൻ ചെയ്യുക. എന്നിട്ട് പോപ്പ് ചെയ്യുക എക്സിന്, വൈനെയും പോപ്പ് ചെയ്യുക. എന്നിട്ട് സെഡ് എന്ന് പറഞ്ഞൊരു പുതിയ ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു XOPY എന്ന് ചെയ്യാം. ഓപ്പറേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അതിന് പുഷ് സെഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച വാല്യൂ, അത് പുഷ് ചെയ്യുക. 10 ലൂപ്പ് ഇഫ് ചെയ്യുക. എന്നിട്ട് ഐറ്റം പിന്നെയും റീഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഐറ്റം നമ്മൾ റീഡ് ചെയ്തു, ഇ ഡോട്ട് റീഡ് സിമ്പിൾ എൻഡ് വൈൽ സ്റ്റോപ്പ് ചെയ്യുക. അതിൽ സ്റ്റോപ്പ് ചെയ്തു, എൻഡ് ചെയ്തു. ഇതാണ് ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ്റെ അൽഗോരിതം. അപ്പം നിങ്ങൾ അൽഗോരിതം ഒക്കെ എന്തായാലും ഒന്ന് എഴുതി നോക്കിയേ പറ്റൂ. നമ്മളിങ്ങനെ സ്റ്റെപ്സുകളൊക്കെ ആലോചിച്ച് അൽഗോരിതംസ് ഒക്കെ എഴുതി നോക്കിയാലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ അൽഗോരിതംസും എഴുതി തന്നെ പഠിക്കാം, എന്നാലും അത് നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. കാരണം നമ്മൾ കുറേ അൽഗോരിതംസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് എഴുതി പഠിച്ചേ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് വീഡിയോ